ട്രംപ് ഭരണകൂടത്തിന്റെ ആവശ്യങ്ങൾ നിരസിച്ചതിനെ തുടർന്ന് ഹാർവാർഡ് സർവകലാശാലയ്ക്കുള്ള $2.2 ബില്യൺ ഫെഡറൽ ഗ്രാന്റുകളും $60 മില്യൺ കരാറുകളും US മരവിപ്പിക്കുന്ന നടപടിയാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ക്യാമ്പസിലെ ജൂതവിരുദ്ധത ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന വൈറ്റ് ഹൗസിന്റെ നിർദ്ദേശങ്ങൾ ഹാർവാർഡ് തള്ളിയതാണ് ഇത്തരത്തിലൊരു നടപടി കൈക്കൊണ്ടതിന് പിന്നിലെ പ്രധാന കാരണം. ഏപ്രിൽ 3-ന് ഹാർവാർഡിന് ലഭിച്ച ആവശ്യങ്ങളിൽ ഭരണം, പ്രവേശന നയങ്ങൾ, നിയമന രീതികൾ എന്നിവയിൽ മാറ്റം വരുത്തണം, അതുപോലെ ഓഫീസുകൾ അടച്ചുപൂട്ടണം എന്നിങ്ങനെ ആവശ്യങ്ങളും ഉയർന്നിരുന്നു. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പരിശോധനയ്ക്കായി ഇമിഗ്രേഷൻ അധികാരികളുമായി സഹകരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. പക്ഷേ ഈ ആവശ്യങ്ങൾ അക്കാദമിക് സ്വാതന്ത്ര്യത്തിനും സർവകലാശാലയുടെ സ്വയംഭരണത്തിനും വിരുദ്ധമാണെന്ന് ഹാർവാർഡ് പ്രസിഡന്റ് അലൻ ഗാർബർ വ്യക്തമാക്കുകയുണ്ടായി. സർക്കാരിന്റെ ആവശ്യങ്ങൾ ജൂതവിരുദ്ധതയെ നേരിടുന്നതിനുള്ളതല്ല, നേരെ മറിച്ച് ഹാർവാർഡിന്റെ ബൗദ്ധിക സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർവകലാശാല ജൂതവിരുദ്ധതയ്ക്കെതിരെ ഇതിനോടകം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ട്രംപ് ഭരണകൂടത്തിന്റെ ജൂതവിരുദ്ധത ടാസ്ക് ഫോഴ്സ് ഹാർവാർഡിന്റെ നിലപാടിൽ ഫെഡറൽ നിയമനങ്ങൾ പാലിക്കേണ്ട ഉത്തരവാദിത്തം ഒഴിവാക്കുന്ന അവകാശ മനോഭാവം എന്നായിരുന്നു വിമർശിച്ചിരുന്നത്. ജൂത വിദ്യാർത്ഥികൾക്കെതിരായ പീഡനം അനുവദിക്കാനാവില്ല. നികുതിദായകരുടെ പണം ലഭ്യമാകണമെങ്കിൽ സർവകലാശാലകൾ ഈ പ്രശ്നം ഗൗരവമായി തന്നെ കാണണമെന്നും ടാസ്ക് ഫോഴ്സ് അവരുടെ പ്രസ്താവനയിൽ വെളിപ്പെടുത്തുകയുണ്ടായി. ഹാർവാർഡിന് പുറമെ കൊളംബിയ, പെൻസിൽവാനിയ, ബ്രൗൺ, പ്രിൻസ്റ്റൺ, കോർണൽ, നോർത്ത് വെസ്റ്റേൺ തുടങ്ങിയ സർവകലാശാലകളുടെ ഫണ്ടിങ്ങും ഭരണകൂടം താൽക്കാലികമായി നിർത്തിവെക്കുന്ന നടപടിയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. കൊളംബിയ സർവകലാശാല നേരത്തെ സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഗാസയിലെ ഇസ്രയേൽ യുദ്ധത്തിനെതിരായ ക്യാമ്പസ് പ്രതിഷേധങ്ങളെ തുടർന്നാണ് ഈ നടപടികളെല്ലാം തന്നെ. പാലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ ജൂത വിദ്യാർത്ഥികൾക്കെതിരെ വിവേചനം നടത്തുന്നുവെന്നാണ് ട്രംപ് ഭരണകൂടം ഉയർത്തുന്ന പ്രധാന ആരോപണം. ഫണ്ടിംഗ് മരവിപ്പിക്കൽ ഹാർവാർഡിന്റെ ഗവേഷണ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ, സാമ്പത്തിക മേഖലകൾക്കും ഭീഷണിയാണെന്ന് ഹാർവാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇത് സർവകലാശാലയുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ ലഘൂകരിക്കുന്നതെന്നായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഹാർവാർഡ് പൂർവ്വ വിദ്യാർത്ഥികൾ സർക്കാരിന്റെ നിയമവിരുദ്ധ ആവശ്യങ്ങൾ നിയമപരമായി എതിർക്കാൻ സർവകലാശാലയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു സർക്കാരിനും സ്വകാര്യ സർവകലാശാലയുടെ അധ്യാപനം, പ്രവേശനം, അന്വേഷണ മേഖലകൾ എന്നിവ നിർദ്ദേശിക്കാനുള്ള അവകാശമില്ല എന്നും ഗാർബർ ഹാർവാർഡ് പുറത്തുവിട്ട കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്.